ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നിവിടെ ഒരു മുട്ട കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ യൂട്യൂബിനകത്ത് നോക്കുമ്പം പേളിമാണി ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി, പേളിമാണി ചേച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കി നോക്കുമ്പം പറഞ്ഞതുപോലെ സംഭവം പൊളിയാണ് കേട്ടോ. അപ്പം ഞാനും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് ഉണ്ടാക്കുവാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സബോള കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇച്ചിരി പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മുട്ടയാണ്, ഇച്ചിരി പാലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. ഇനി ഞാൻ ഈ ബൗളിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാൻ 2 മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ അത് നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി അതിനകത്തോട്ട് ഈ പാൽ ഒഴിക്കുവാണേ. പേളിമാണി ചേച്ചിയുടെ സ്പെഷ്യൽ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. അതിനകത്തോട്ട് സബോള ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇനി അതിനകത്തോട്ട് ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരിച്ചിരി ഉപ്പ് ഇതിന് വിട്ട് കൊടുക്കുക. നമ്മുടെ തക്കാളിയും സബോളയും പച്ചമുളകും ഇതൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഈ പാലും മുട്ടയും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. മുഴുവൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനത് ഒന്ന് അടച്ച് വയ്ക്കാൻ പോവാണ്. ഇതൊരു പകുതി വേവായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്ത് കൊണ്ട് അത് ഒന്നിട്ട് കൊടുക്കുവാണ്. ഈ പച്ചമുളകെന്ന് പറഞ്ഞത് ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൊച്ചുങ്ങളൊക്കെ കഴിക്കുമ്പം അവർക്ക് എരിവ് പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളകും ഒരു സബോളയും ഒരു തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ പേളിമാണിയുടെ സ്പെഷ്യൽ മുട്ട
റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പേളിമാണി പറയുന്നത് പോലെ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഒരു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.